പോലീസ് വരുന്നതുവരെ കാത്തിരിക്കണോ? അവര് ഇവന്മാരെല്ലാം കൈയോടെ പിടിച്ചോളും. ഇവന്മാരെല്ലാം പിടിച്ച എൻ്റെ കള്ളി പുറത്തു വരും. അത് സംഭവിക്കാൻ പാടില്ല. അരവിന്ദ് എന്താ ആലോചിക്കുന്ന? കാത്തു നിൽക്കുന്നത് ശരിയല്ലെന്ന എൻ്റെ അഭിപ്രായം. പാർവതിയുടെ ജീവൻ ഓരോ നിമിഷവും അപകടത്തിലേക്ക് അടുക്കുകയാണ്. ഇവൻ എൻ്റെ കൂടെ വരികയാണെന്ന് അകത്തുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. വരാൻ വൈകും തോറും അവർക്ക് ടെൻഷൻ കൂടും. ആ പേടിയിൽ അവർ പാർവതി എന്തെങ്കിലും ചെയ്താലോ? അരവിന്ദ് സാറ് പറഞ്ഞ ശരിയാ. നമ്മള് പാർവതിനെ രക്ഷിക്കാൻ ശ്രമിക്കണം. അതെ, നമ്മൾ 3 പേരില്ലേ, നമുക്ക് ഈസിയായി അവന്മാരെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. നമ്മുടെ ലക്ഷ്യം പാർവതി രക്ഷിക്കുന്നത്. അവളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മതി അവന്മാരെ പിടിക്കാനോ തല്ലാനോ ഉള്ള ശ്രമങ്ങൾ. മനസ്സിലായോ സർ? നമുക്ക് 2 വഴിയിലൂടെ അന്വേഷിക്കാം. നിങ്ങൾ ഈ വഴി പോ, ഞാൻ ആ വഴി പോവാം. ശരി സർ, പറഞ്ഞു. ഫ്രാൻസിസ് എവിടെ? പുറത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. വൈകാതെ നിങ്ങൾക്കും അവന്റെ കൂടെ ചേരാം. എന്താ ആത്മവിശ്വാസം? കാശ് എന്ന പ്രശ്നം തീർത്താ പോരായിരുന്നോ സാറേ? ഇനി വെറുതെ നിങ്ങളും കൂടെ തീരുമല്ലോ. തീർക്കണമാരെ. നീയൊക്കെ തല്ലുകൊണ്ട് ചാവാനാണ് അവിടെ വന്നത്. ഇയാള് ഞങ്ങളെ ചതിച്ചതല്ലേ? അല്ലടാ, നിന്റെ കാർത്തിയാടാ നിന്നൊക്കെ ചതിച്ചത്. എനിക്ക് വേണമെങ്കിൽ നിനക്കെ കൊടുക്കാമായിരുന്നു. പിന്നെ നീയൊക്കെ പെട്ടുപോയാ ഞാനും കൊടുക്കുന്നു വിചാരിച്ചിട്ടാ. പോലീസ് വരുന്നുണ്ട്. അതിനു മുമ്പ് ഓടി രക്ഷപ്പെടാൻ നോക്ക്. പുറത്താ ഫ്രാൻസിസ് കിടപ്പുണ്ട്. അവനെ കൂടി എടുത്തോണ്ട് പോടാ. നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തീർന്നിട്ടില്ല കേട്ടോ. പാർവതി, അയ്യോ, എന്താണ് കാണിക്കുന്നത്? മോനെ അടങ്ങി നിൽക്കണം. മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല മമ്മി. സാറേ, ഒരുത്തന്നെ ഞങ്ങള് പുറത്ത് കാറിനടുത്ത് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നടക്കണം. പ്രിയൻ, പാർവതി കാണുന്നില്ലല്ലോ. നമുക്ക് നോക്കാം സാർ, വാ. പാർവതി, 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 കൈലാഷ്, പാർവതി, പ്രിയ, മോളെ പാർവതി.
ആ